മീററ്റിലെ അനധികൃത ആയുധ നിർമ്മാണശാല കണ്ടെത്തി ഡൽഹി പോലീസ്. പർവേസ് എന്നയാളുടെ വീടിനുള്ളിലാണ് ആയുധ നിർമ്മാണശാല പ്രവർത്തിച്ചത്. നാടൻ തോക്കുകളും പെൻ പിസ്റ്റളുകളും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, ഈ ആയുധ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് ഡൽഹി പോലീസ് പുറത്തുവിടുന്നത്? ഇയാൾ മറ്റാളുകൾക്ക് ആയുധം നിർമ്മിച്ചു നൽകുകയായിരുന്നോ, അതോ മറ്റെന്തെങ്കിലും തീവ്രവാദമടക്കമുള്ള ബന്ധങ്ങൾ സംശയിക്കുന്നുണ്ടോ? രതീഷ്, ഈ പറഞ്ഞ എല്ലാ സാധ്യതയും ഈ പറയുന്ന ആയുധവേട്ടയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് ആണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടത്തി മീററ്റിൽ നിന്ന് ഒരു അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ആയുധ നിർമ്മാണശാല കണ്ടെത്തിയത്. നാടൻ തോക്കുകൾ, അതോടൊപ്പം തന്നെ ചെറിയ രൂപത്തിൽ ഒളിച്ചു കടത്താൻ പറ്റുന്ന പെൻ പിസ്റ്റളുകൾ എന്നിവയും ഈ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് പർവേസ് എന്നറിയപ്പെടുന്ന ഫാറൂഖിന്റെ വീട്ടിൽ നിന്നാണ്. ഫാറൂഖിന്റെ കൈവശമാണ് ആയുധങ്ങൾ ഉണ്ടായിരുന്നത്. ഇയാളുടെ വീടിനുള്ളിലാണ് അനധികൃതമായി ഈ ആയുധ നിർമ്മാണശാല പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാളെ നടത്തിയ ചോദ്യം ചെയ്യലിൽ മറ്റു ചില സുപ്രധാന വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 2017 ഫഹാദ് സിംഗ് എന്ന് പറയുന്നയാൾ പഞ്ചാബിൽ നടത്തിയ സീരിയൽ കില്ലിംഗിൽ, അതായത് ഒന്നിലേറെ ആളുകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഈ ആയുധ നിർമ്മാണശാലയ്ക്ക് ബന്ധമുണ്ട്. ഇയാൾക്ക് ആവശ്യമായുള്ള ആയുധങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇത് മാത്രവുമല്ല, ഇയാളുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരുടെ വീട്ടിലും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തിയെങ്കിലും മറ്റൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അതേസമയം തന്നെ ഈ ആയുധ നിർമ്മാണശാലയ്ക്ക് ഡൽഹി ഉൾപ്പെടുന്ന രാജ്യതലസ്ഥാന മേഖലയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നും പഞ്ചാബിലും ഇതിന്റെ കണ്ണികൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്നുമാണ് ഡൽഹി പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്.